അയ്യയ്യോ! ഇതിപ്പം തന്നെ കുത്തിമാന്തി എടുക്കണ്ടായിരുന്നുല്ലേ? എനിക്ക് പിന്നെയാണ് കേട്ടോ തോന്നിയത്. ഈ ഒരു മോൾഡ് ഉണ്ടല്ലോ, ഇത് നയനക്കുട്ടിയുടെ മാമ്മയുടെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു മോൾഡായിരുന്നേ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കുറേ നാളായി വിചാരിക്കണം, പക്ഷെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മുടെ സൂപ്പർ ക്ലേ കണ്ടപ്പോൾ വിചാരിച്ചു സൂപ്പർ ക്ലേ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ആ ഡിസൈൻ കിട്ടുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ റെഡും ബ്ലൂവും വയലറ്റും സൂപ്പർ ക്ലേ എടുത്തിട്ട് അതിലുള്ള ഒരു 3 കുഴിയിൽ നിറച്ച് വെച്ചു കേട്ടോ. അതൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോണ്ട് അതിലൊരു എക്സ്ട്രാ മഞ്ഞിരിക്കണ്. അത് നമ്മുടെ നൈനുക്കുട്ടിയുടെ പണിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുത്തപ്പോൾ വയലറ്റ് കളറിലോ ബ്ലൂ കളറിലോ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. നമ്മുടെ റെഡ് കളറിലുള്ള സ്റ്റാർ ഫിഷ് ഉണ്ടല്ലോ ആകെ അഴഞ്ഞു കുഴഞ്ഞു പോയിട്ടാ. അത് പിന്നെ ഡ്രൈ ആവാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പം ഞാനത് വീണ്ടും എടുത്ത് അതിൽ തന്നെ ആക്കി വെച്ചു. ഇനി അത് ഡ്രൈ ആക്കിയിട്ട് ഒന്നുകൂടി ഉണ്ടാക്കിയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. പിന്നെ നമ്മുടെ നൈനക്കുട്ടി ഉണ്ടാക്കി വെച്ചാൽ ആ മഞ്ഞ സാധനം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ ശംഖിൻ്റെ ഷേപ്പിലും അതുപോലെ ഷെല്ലിൻ്റെ ഷേപ്പിലുള്ള ആ 2 കളേഴ്സിൻ്റെ കീ ചെയിൻ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഗോൾഡൻ്റെ മെറ്റാലിക് പെയിൻ്റ് കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കീ ചെയിൻ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.